ശരി, ശ്രീ പി ആർ ശിവശങ്കർ, താങ്കൾക്ക് സൗകര്യമായി എന്തായാലും കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ, ക്ഷണിച്ചു വന്നിരുന്നുവെങ്കിൽ, വരാനാണ് തീരുമാനിച്ചിരുന്നത് എങ്കിൽ BJPക്ക് ഇത്ര ശക്തമായിട്ട് രംഗത്തെത്തുവാൻ കഴിയുമായിരുന്നില്ല. മറ്റുകൾ കേട്ടിട്ട് ഇടതുപക്ഷത്തെ കുറിച്ച് ഒരു BJPക്കാരൻ പോലും പറയാത്തത്ര ശക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അങ്ങനല്ല, ഞാൻ സത്യം പറയും. ഏതായാലും ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ തുടങ്ങിക്കോട്ടെ. അപ്പം ഇത് 3 കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായിട്ട് പറയാനുള്ളത്. ഒന്ന്, രാഷ്ട്രീയമായി കോൺഗ്രസ് എടുത്ത തീരുമാനം. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. അതിന് BJPക്കാരനായ ഞാൻ എന്തായാലും അത് തെറ്റാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് തെറ്റാവാനോ അല്ലെങ്കിൽ ശരിയാവാനോ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണോ, ഇത് എക്കോ വരുന്നുണ്ട്, ഒന്ന് ശരിയാക്കണം. കോൺഗ്രസ് എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ഇതിന്റെ തുടക്കം തന്നെ നോക്കൂ. ഈ കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്, ഗോവിന്ദ് വല്ലഭായ് പന്ത്, അന്ന് UPയിലെ മുഖ്യമന്ത്രിയായിരുന്ന വല്ലഭായ് പന്തിനോട് ആ രാമക്ഷേത്രത്തിൽ വന്ന ശില അല്ലെങ്കിൽ ആ വിഗ്രഹം എടുത്ത് സരയൂലെറിയാൻ പറഞ്ഞ നെഹ്റുവിനെ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും എന്റെ ചാനൽ ചർച്ചകളിൽ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്തിനാണ് ഇവർ ഞങ്ങളുടെ രാമൻ അതല്ല, അല്ലെങ്കിൽ ഈ രാമക്ഷേത്രം പൂർത്തിയായിട്ടില്ല, ഈ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷമായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ള ന്യായീകരണങ്ങൾ പറയുമ്പോൾ ചരിത്രം അറിയാവുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് ആലോചിക്കില്ലേ, എന്തായിരുന്നു രാമക്ഷേത്രത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ നെഹ്റുവിന്റെ അഭിപ്രായമെന്ന്? തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയം അറിയാവുന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മനസ്സിലാവും അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ഇത്തരത്തിൽ അഭിപ്രായത്തെ മാറ്റേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് തെറ്റായ നരേഷൻ ഇന്ന് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത് ചരിത്രത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഗുണം ചെയ്യില്ല. കൃത്യമായി തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തെറ്റാണെന്ന് ഇപ്പൊ EMS ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായം ഇരുമ്പൊലക്കെയില്ല മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ CPM-കാരുണ്ടെങ്കിൽ അത് നമുക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം മാറി, ഇന്നതാണ് എന്ന് പറയുവാനുള്ള രാഷ്ട്രീയമായ മാന്യത അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഔന്നത്യം കോൺഗ്രസിന്റെ നേതാക്കൾ കാണിക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അവർക്ക് തീർച്ചയായിട്ടും രണ്ടും അഭിപ്രായമുണ്ട്. അപ്പോൾ കോൺഗ്രസ് കാലങ്ങളായി, അല്ലെങ്കിൽ നെഹ്റുവിന്റെ കാലം മുതലെങ്കിലും, അല്ലെങ്കിൽ നെഹ്റുവിന്റെ ധാരയിൽ ചിന്തിക്കുന്ന, ഫക്രുദ്ദീൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് നെഹ്റുവിന്റെ ഒരു ചിന്താഗതിയും നെഹ്റുവിന് വിരുദ്ധമായ ഒരു ചിന്താഗതിയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോൺഗ്രസ് ചിന്താഗതിയിൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ, ശ്രീ വല്ലഭായ് പന്തിന്റെ കാലഘട്ടത്ത് നെഹ്റു പറഞ്ഞ കാര്യം അതെന്തുകൊണ്ട് നടന്നില്ല? ശ്രീ KK നായർ അടക്കമുള്ള ആളുകൾ അവിടെ തിരിച്ചുവെച്ചു. വല്ലഭായ് പന്തിനും അത് താല്പര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യം നമുക്കറിയാം. ഇത് തന്നെയാണ് സോമനാഥ് ക്ഷേത്രത്തിനെ കുറിച്ചും ഉണ്ടായിരുന്നത്. സോമനാഥ് ക്ഷേത്രം പണിയുവാനും നെഹ്റുവിന് ഇത് അഭിപ്രായമായിരുന്നില്ല. അവിടെ പട്ടേലിന് ആ കാലഘട്ടത്തിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. മുൻഷിക്കും രാജേന്ദ്ര പ്രസാദിനും എതിരഭിപ്രായമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് മുൻഷിക്ക് ക്യാബിനറ്റിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നെഹ്റുവിന്റെ ഒരു ഏകാധിപത്യം അവിടുത്തെ പൂർണ്ണമായി കോൺഗ്രസുകാരന്റെ അഭിപ്രായമല്ലായിരുന്നു. കോൺഗ്രസിൽ 2 അഭിപ്രായം ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു, അത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ അഭിപ്രായം ഇത്തരത്തിൽ എന്നും ഈ പറയുന്ന രാമക്ഷേത്രത്തിനെതിരെയും സോമനാഥ് ക്ഷേത്രത്തിനെതിരെയും പ്രത്യേകിച്ച് ഒരു ഭാരതീയ തത്വചിന്തകൾക്കെതിരെ ആയിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് ചരിത്രം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടിലേക്ക് വരികയാണെങ്കിൽ ശ്രീ പി ആർ ശിവശങ്കർ, BJP പറയുന്നത് പോലെ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട്, ഈ 3 പേർ പോകേണ്ട എന്ന് തീരുമാനിച്ചതിലൂടെ കോൺഗ്രസ് ആന്റി ഹിന്ദുവായി, അതായത് ഹിന്ദു വിരുദ്ധരായി, രാമനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളായി. ഇതാണല്ലോ പ്രധാനമായിട്ടുള്ള ആരോപണം BJP കോൺഗ്രസിനെതിരെ കൊണ്ടുവരുന്നത്. ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രസ്ഥാനമായി മാറുന്നത്? ഇവിടെ കോൺഗ്രസുകാർ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ UP ഘടകവും, ഹിമാചൽ പ്രദേശിൽ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിക്രമാദിത്യ സിംഗ്, ഇപ്പോൾ ഹിമാചലിൽ മന്ത്രിയായിട്ടുള്ളയാൾ, അദ്ദേഹവും പോകുമെന്ന് പറയുന്നു. അതിനെ ആരും തടയുന്നില്ല, കോൺഗ്രസ് നേതൃത്വം തടയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ UP ഘടകം പോകുന്നു, ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്നു എന്ന അഭിപ്രായം വരുന്നു, കർണാടകത്തിൽ നിന്ന് പോലും, ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും പോകുന്നുണ്ട്. അവിടെയൊന്നും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് നിങ്ങൾ ആരും പോകരുത്, രാമക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറയുന്നില്ല. അപ്പോൾ ആ ഒരു നിലപാടില്ല.
ഈ 3 പേർ പോകേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഈ ഔദ്യോഗികമായിട്ട് ക്ഷണം കിട്ടിയ ഈ 3 നേതാക്കൾ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആരോപണം ദുർബലമാകുന്നില്ലേ അവിടെ? ഇല്ല മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സോമനാഥ ക്ഷേത്രത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. അന്നും പട്ടേലിനെയോ അല്ലെങ്കിൽ മുൻഷിയെയോ തടഞ്ഞില്ല. പക്ഷേ അതിനുശേഷം ചരിത്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ മുൻഷിയുടെയും രാജേന്ദ്ര പ്രസാദിന്റെയൊക്കെ സ്ഥാനം എന്തായിരുന്നു? അതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഹൈക്കമാൻഡിനെതിരെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവിയിൽ അത്തരത്തിലുള്ള നേതാക്കളുടെ, നമുക്ക് മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ശ്രീ കരുണാകരന്റെ അടക്കമുള്ള നേതാക്കളുടെ കാര്യം നമുക്കറിയാമല്ലോ. കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയമായ അഭിപ്രായം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ തുടരാനെന്ന് നമുക്കറിയാം. അപ്പോ സോമനാഥ ക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും അവിടെ കെ നായർക്ക് രാജിവെക്കേണ്ടി വന്നു, വല്ലഭായ് പന്തിന് എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. അപ്പൊ രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്താൽ വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷെ ഇന്ന് കോൺഗ്രസിന് അത് ശക്തിയുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇല്ല, അങ്ങനത്തെ ശക്തിയില്ല. അത് മാത്രമല്ല, കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാടാണ് വേണ്ടത്. കോൺഗ്രസിന് രാജ്യം മുഴുവൻ ഈ വിഷയത്തിൽ ഒറ്റ നിലപാടെടുക്കാൻ കഴിയുകയുമില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ AICC നേതൃത്വം പറയുകയാണ് ഈ 3 പേരും പൊയ്ക്കോട്ടെ, ഈ ക്ഷണം സ്വീകരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അത് ഏതു തരത്തിൽ കേരളത്തിൽ സ്വാധീനിക്കാൻ പോകുന്നു? സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ പല പ്രമുഖരും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ AICC ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷണം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ പോകരുത് എന്ന്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് അത് വിഷമമാകും. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് കഴിഞ്ഞ നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ പക്ഷേ അതേസമയം ഹിന്ദി ഹൃദയഭൂമിയിൽ നോർത്തേൺ ബെൽറ്റിൽ അവിടെ കോൺഗ്രസിന് അത് ഗുണകരമാവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ച് ഉറച്ചുള്ള ഒരു തീരുമാനമേ കോൺഗ്രസിന് എടുക്കാൻ കഴിയുകയുള്ളൂ. ആ നിലപാടിലേക്ക് വന്നു. അതായത് BJP എന്ത് തന്ത്രം മെനയുന്നോ അതിൽ വീഴരുത് എന്ന് കോൺഗ്രസിന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നു. അത് താങ്കൾ പറഞ്ഞതുപോലെ കാലം തെളിയിക്കേണ്ടതാണത് ശരിയാണോ തെറ്റാണോ എന്ന്. ഞാൻ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവിടെയാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു ദേശീയ വിശ്വാസം അല്ലെങ്കിൽ രാമന് അനുകൂലമായ വലിയ പ്രചരണം അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായ കാര്യങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ 1986 ഫെബ്രുവരി 5-ാം തീയതി BJPയുടെ പാലൻപൂർ പ്രമേയത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ BJP പറഞ്ഞ കാര്യത്തിൽ BJP ഉറച്ചു നിൽക്കുകയും അന്ന് രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുരളീധരന്റെ അഭിപ്രായം തന്നെയുള്ള തിരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയൊന്നും കിട്ടാതെയും അല്ലെങ്കിൽ വലിയ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രമേയം മുന്നോട്ട് വെച്ചത്. അപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വം എന്താണെന്ന് നിശ്ചയിക്കേണ്ടി വരും. ആ നിശ്ചയിച്ചതിന്റെ പുറത്ത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ദ മാസ് എഡ്യൂക്കേഷൻ, അത് ചെയ്യുവാനും എന്താണ് ദേശീയതയെന്നും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭാരതത്തിന് ആവശ്യമുള്ളത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ കേഡറും അതിന് സമാനമായിട്ടുള്ള മാസ് ബേസും ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന തീരുമാനങ്ങൾ ദേശീയതയ്ക്ക് വിരുദ്ധമായിരുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ പറ്റിയ രാഷ്ട്രീയ ഔന്നത്യമുള്ള നേതാക്കളും ഉണ്ടായിരുന്നില്ല എന്നതിലാണ് കോൺഗ്രസ് ഇന്ന് പരാജയപ്പെട്ട് ചില ന്യൂനപക്ഷങ്ങളുടെയും അല്ലെങ്കിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പോലും, അത് രാഷ്ട്രീയമായ ന്യൂനപക്ഷങ്ങളുടെ അതുപോലെ തന്നെ മതപരമായ ന്യൂനപക്ഷങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ട് മാത്രം നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് ആ വലിയ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്ക് പോകേണ്ടി വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിക്ക് അസ്തിത്വമില്ലാതായിരിക്കുന്നു, തീരുമാനമെടുക്കുവാനുള്ള യഥാർത്ഥ തീരുമാനമെടുക്കുവാനുള്ള കഴിവില്ലാതായിരിക്കുന്നു, അല്ലെങ്കിൽ ദേശീയ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുവാനുള്ള തീരുമാനമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കൾക്ക് പോകേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെയും നെഹ്റുവിൻ അഭിപ്രായമുള്ള ആളുകൾ നെഹ്റുവിന്റെ കൂടെ ഉറച്ചിരുന്നു, ഭയമുള്ള ആളുകൾ നെഹ്റുവിന്റെ കൂടെ ഉറച്ചിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ്? കുറച്ച് വോട്ട് കിട്ടുന്നത് കൊണ്ടാണ്. ഞാൻ ഉറപ്പിച്ച് ചോദിക്കട്ടെ, NSSുമായി ബന്ധമുള്ള പല നേതാക്കളും ഇനി അഭിപ്രായം മാറില്ല എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മഞ്ജുഷിന് പറ്റുമോ? NSSും SNDP ഇപ്പൊ അഭിപ്രായം മാറ്റി പറഞ്ഞല്ലോ. നമുക്കറിയാം, നോക്കാലോ എത്ര പേര് കൃത്യമായിട്ട് ഇനി പറയുന്നത്. ഇന്നലെ വൈകിട്ട് ഹൈക്കമാൻഡിൽ നിന്ന് ഈ തീരുമാനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് NSSന്റെ നിലപാട് വന്നത്. പക്ഷേ തൽക്കാലം NSSന്റെ അഭിപ്രായം NSSന്റേതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം ഒരു അഭിപ്രായം മറ്റു നേതാക്കൾ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് വെട്ടിലാക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയും അദ്ദേഹം NSS തമ്മിലുള്ള അവിടെ അടുത്ത ബന്ധത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നോക്കണം. NSS ആയിട്ട് ബന്ധമുള്ള വേറെ നേതാക്കന്മാരുണ്ടല്ലോ, നല്ല ബന്ധം. NSS കുറെ നാള് ഈ ക്ഷേത്രത്തിന്റെ
അല്ല, ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പല ഫിനാൻഷ്യൽ സഹായം വരെ NSS ചെയ്തിട്ടുണ്ട്. അതിനുള്ള പത്രങ്ങളും ഫോട്ടോ ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ NSSന്റെ അഭിപ്രായം കുറെ നാളുകളായിട്ട് രാമക്ഷേത്രത്തിന് അനുകൂലമായിരുന്നു. അതൊരു സുപ്രഭാതത്തിൽ വന്ന തീരുമാനമല്ല. SNDPയുടെയും ഇത്തരത്തിലുള്ള അക്ഷരം സ്വീകരിക്കുകയും രാമക്ഷേത്രത്തിന് അനുകൂലമായ പല കാര്യങ്ങളും ശ്രീ വെള്ളാപ്പള്ളി നരസിംഹൻ സാർ പലതവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐക്യം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.